CPM-ന്റെ അവസാനത്തെ തുറുപ്പുചീട്ടായിരുന്നു എം സ്വരാജ്. സ്വരാജിനെ ഇറക്കി തന്നെ നിലമ്പൂരിൽ കളി തുടങ്ങിയിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും അവിടുത്തെ തീപ്പൊരി തെരഞ്ഞെടുപ്പ്? തീപ്പൊരി തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയാം. ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF സ്ഥാനാർത്ഥിയെ 24 മണിക്കൂറിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെയും അതുപോലൊക്കെ തന്നെ സംഭവിച്ചു. പക്ഷേ എന്നാലും UDF ക്യാമ്പുകളിലൊക്കെ ഒരു അനിശ്ചിതത്വം ബാക്കി നിൽക്കുന്നു. കാരണം PV അൻവർ കാരണമാണല്ലോ അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് മാറിയത്. അപ്പോൾ അൻവർ അവിടെ ഒരു പ്രധാന പ്രതീക്ഷാ കേന്ദ്രമായി മാറുന്നു. അൻവറിലൂടെ UDF-ന് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടിയുണ്ട്. പക്ഷേ അൻവറിൻ്റെ ശാഠ്യത്തിന് മുൻപിൽ UDF മുട്ട് മടക്കാൻ തയ്യാറല്ല. ഇത് ശരിയായ കാര്യമാണ് അവരെടുത്തിരിക്കുന്നത്. കാരണം അൻവറിൻ്റെ ഓരോ നീക്കത്തിനും പിന്നീട് നിന്നു കൊടുത്തു കഴിഞ്ഞാൽ UDF-ന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. അൻവർ MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്ന ഘട്ടം എത്തിയപ്പോൾ ജോയിയുടെ പേരാണ് മുമ്പോട്ട് വെച്ചത്. അത് ജോയിയുമായിട്ടുള്ള ഒരു നീക്കുപോക്കിൻ്റെ അടിസ്ഥാനത്തിൽ അൻവറിന് മറ്റു ചില താല്പര്യങ്ങൾ കൂടി അതിനകത്തുണ്ടെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പക്ഷേ UDF അതിന് വഴങ്ങാൻ തയ്യാറാകുന്നില്ല. ആര്യാടൻ ഷൗക്കത്തിലേക്ക് തന്നെ പോകും. ആര്യാടൻ ഷൗക്കത്ത് വന്നു കഴിഞ്ഞപ്പോൾ മണ്ഡലത്തിലെ മത്സര ചിത്രമാകെ മാറി എന്ന് LDF മനസ്സിലാക്കി. LDF അതുവരെ തീർച്ചപ്പെടുത്തിയിരുന്നത് CPM സ്വതന്ത്രനെ നിർത്തുക എന്നുള്ളതായിരുന്നു. CPM സ്വതന്ത്രനായിട്ടാണല്ലോ 2016-ലും 2021-ലും PV അൻവർ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത്. ഇക്കുറി ആ CPM ഷൗക്കത്ത് വന്നു കഴിഞ്ഞപ്പോൾ CPM സ്വതന്ത്രനുള്ളത് വേണ്ട എന്ന് LDF തീർച്ചപ്പെടുത്തുന്നു. അത് ശക്തമായ ഒരു മത്സരത്തിലേക്ക് പോകണം, മണ്ഡലം നിലനിർത്തണം എന്ന് CPM-ന്റെ ഒരു പ്രതീക്ഷ, ഒരു രീതി തന്നെയാണ്. അതായത് മണ്ഡലം നിലനിർത്തണം എന്നുള്ളൊരു വാശി. കാരണം മണ്ഡലം നിലനിർത്തിയില്ലെങ്കിൽ അത് കൈവിട്ടു പോയി കഴിഞ്ഞാൽ അത് ഭരണത്തിന് എതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായി അതിനെ പലരും ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ട് ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കണം എന്ന് പാർട്ടി തീർച്ചപ്പെടുത്തുന്നു. ആദ്യം പിണറായി വിജയൻ തന്നെയാണ് സ്വരാജിനെ അറിയിക്കുന്നത് നിലമ്പൂരിൽ മത്സരിക്കണം എന്നുള്ളത്. ഒടുവിൽ പാർട്ടിയും തീർച്ചപ്പെടുത്തി. ആദ്യം പിന്നെ CPM-നകത്ത് പിണറായി വിജയനാണല്ലോ തീർച്ചപ്പെടുത്തുന്നത്, പിന്നെ പാർട്ടി തീർച്ചപ്പെടുത്തത്തുള്ളൂ. പിണറായി വിജയൻ പറയും, പാർട്ടി പിന്നെ അത് കേൾക്കും. ഇതാണ് ചെയ്യുന്നത്. ഇപ്പൊ എം സ്വരാജിനെ നമുക്കറിയാം. ഒരു പക്ഷേ CPM പാർട്ടിയിൽ അറിയപ്പെടുന്നു. ഇപ്പം MV ഗോവിന്ദൻ, പിണറായി, എം സ്വരാജ്, ഇങ്ങനെ അപൂർവം ചിലരെയൊക്കെ നമുക്ക് ഈ K മുരളീധരൻ പറഞ്ഞതുപോലെ ഫോട്ടോ കണ്ടാൽ മനസ്സിലാകുന്ന കുറച്ച് പേരേ ഉള്ളൂ. കാരണം അങ്ങനെ നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ എം സ്വരാജ് ഒരു പക്ഷേ കയറി വരാൻ പറ്റുന്ന നാളേക്ക് CPM-ന്റെ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് കയറി വരാൻ. ആ പ്രതീക്ഷയെ അടിച്ചമർത്തുന്ന തരത്തിലല്ലേ ഇപ്പോൾ നിലമ്പൂരിൽ എം സ്വരാജിന്റെ ഭാവി പിണറായി അവതാളത്തിലാക്കി? അത് പിണറായിയുടെ മുൻ കാലത്തെ ചെയ്തികൾ വെച്ച് നോക്കുമ്പോൾ ഈ പിണറായിക്കെതിരെ ഒരു നേതൃനിര CPM-നകത്ത് രൂപം കൊള്ളുന്നുണ്ട്. അതിൽ വരുന്ന ആളാണ് എം സ്വരാജ്. കാരണം അത് എം സ്വരാജിന് പറയാം. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യമേ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് മാറിയത്. പക്ഷെ പാർട്ടി അനുസരിക്കാതിരിക്കാനും അദ്ദേഹത്തിന് കഴിയില്ല. അതുകൊണ്ട് മനസ്സോടെ ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. അതെ, ഒരുപക്ഷെ സ്വരാജിനെ അവിടെ ഒതുക്കി തീർക്കുക എന്നുള്ളതും പിണറായിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. പിണറായി മുൻകാലങ്ങളിലൊക്കെ തന്നെ പലരെയും ഒതുക്കേണ്ടവരെയും ഒരു മൂലക്കിരുത്തേണ്ടവരെയും ഒക്കെ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈ സ്വരാജിൻ്റെ കാര്യത്തിൽ അതുണ്ടാകും. പക്ഷെ പാർട്ടി പറയുന്നത് ഇവിടെ ഈ ആര്യാടൻ ഷൗക്കത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മത്സര ചിത്രമാകെ അത് മാറി. ഇവരൊക്കെ സമപ്രായക്കാരാണ്, സ്വരാജും ഷൗക്കത്തും ഒക്കെ ഏകദേശം. അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ സ്വരാജൊക്കെ ഈ യുവാക്കളുടെ ഇടയിൽ SFIയിലൂടെ കടന്നു വന്ന ആളാണല്ലോ. DYFI പിന്നെ 2016 തൃപ്പൂണിത്തറയിൽ നിന്ന് വിജയിച്ചു. ആദ്യ മത്സരം അവിടെയായിരുന്നു. 96 മുതൽ 2011 വരെ MLA ആയിരുന്ന K ബാബുവിനെയാണ് അവിടെ പരാജയപ്പെടുത്തിയത്. 2016 ഏതാണ്ട് 4000-ലധികം
വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കെ ബാബുവിനെ പരാജയപ്പെടുത്തിയത്. 2021 വന്നിട്ട് 992 വോട്ടിന് മാത്രമാണ് കെ ബാബുവിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. അത് കോടതിയിൽ പിന്നീട് കേസ് പോവുകയും ഒടുവിൽ അത് വിധി കെ ബാബുവിന് അനുകൂലമായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. 2016 കെ ബാബു തോൽവി ഏറ്റി വാങ്ങിക്കഴിഞ്ഞപ്പോൾ കെ ബാബുവിന് വലിയൊരു വാശി ഉണ്ടായിരുന്നു, സ്വരാജിനോട് ചുട്ട മറുപടി കൊടുക്കണമെന്ന്. അങ്ങനെ മണ്ഡലത്തിൽ അഹോരാത്രം അധ്വാനിച്ചാണ് അദ്ദേഹം ആ മണ്ഡലം തിരിച്ചു പിടിക്കുന്നത്. കോൺഗ്രസിന് നേട്ടമുണ്ടാക്കി. അപ്പോൾ ഈ ഒരു പൊതു സ്വതന്ത്രനെ ഈ നിലമ്പൂരിൽ നിർത്തുക എന്നുള്ളതിനേക്കാൾ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത് പാർട്ടി സ്ഥാനാർത്ഥിയിലൂടെ ആകും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ യുവജനങ്ങൾക്കിടയിലും പാർട്ടി പ്രവർത്തകരിലുമൊക്കെ സ്വരാജ് ഒരു ആവേശമുണ്ടാക്കുന്നു എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ആ സ്ഥിതിക്ക് സ്വരാജിനെ ഇറക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിലമ്പൂർകാരനായിട്ടുള്ള സ്വരാജ്, യഥാർത്ഥത്തിൽ സ്വരാജിൻ്റെ മുൻഗാമികളൊക്കെ തന്നെ നിലമ്പൂരുകാരൊന്നുമല്ല. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിന് സമീപമുള്ള കുളനടയാണ് സ്വരാജിൻ്റെ ഒക്കെ പൂർവികരുടെ ജന്മസ്ഥലം. ഇവരൊക്കെ പിന്നീട് അങ്ങോട്ടേക്ക് കുടിയേറിയവരാണ്. മലബാർ സൈഡിലോട്ടൊക്കെ ധാരാളം പേര് കുടിയേറിയ കാലമുണ്ടല്ലോ. അവരുടെയൊക്കെ ഇപ്പോഴുള്ള അവിടെ കുടിയേറിയവരുടെയൊക്കെ ഈ പൂർവികരുടെ ഇതൊക്കെ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം വരുന്നത് ഈ പറഞ്ഞതുപോലെ തിരുവല്ല, ചങ്ങനാശ്ശേരി, പത്തനംതിട്ട, പന്തളം ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്കായിരിക്കും പോവുക. സ്വരാജും അത്തരത്തിൽ വരുന്നതാണ്. പക്ഷെ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലമ്പൂര തന്നെയാണ് അതിൻ്റെ ഒരു വാസസ്ഥലമെന്നുള്ളതും. അതുകൊണ്ട് സ്വന്തം തട്ടകം പിടിക്കാൻ സ്വരാജിന് കഴിയും എന്നാണ് CPM കണക്ക് കൂട്ടുന്നത്. പക്ഷേ അൻവറിനും ഇതിപ്പോൾ വാശി കൂടിയിരിക്കുകയാണ്. അൻവറിനെ എന്നാൽ വോട്ട് UDF അവരുടെ മുറ്റത്ത് നിർത്തിയിരിക്കുകയാണ്. മുറ്റത്ത് നിന്ന് മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അൻവർ. സിറ്റ് ഔട്ടിലോട്ട് കയറ്റിയിരുത്തിയിട്ടില്ല. കയറ്റാൻ കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് നോക്കണമേ. നമ്മൾ ഈ വീടിൻ്റെ സ്വീകരണ മുറിയിലോട്ട് കയറ്റിയിരുന്നവരുണ്ട് വരുമ്പോൾ, അല്ലേ? ചിലരെ സിറ്റ് ഔട്ട് നിർത്തും, ചിലരെ മുറ്റത്ത് നിർത്തി വർത്തമാനം പറഞ്ഞു വിടും, ചിലരെ ഗേറ്റ് തുറക്കത്തില്ല, ഗേറ്റിനകത്തൂടെ തലയിട്ട് നമ്മൾ വർത്തമാനം പറയും. അത് ഓരോരുത്തർക്കും ഓരോ ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു രീതിയിൽ മുറ്റത്ത് നിർത്തി അൻവർ മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അൻവറിന് മഴ നനയാതെ വേറൊരിടത്തേക്ക് പോകാനും പറ്റുന്നില്ല, ഇതിനകത്തോട്ട് ഓടിക്കയറാൻ പറ്റത്തില്ല. കാരണം VD സതീശൻ കാല് തല്ലി ഓടിക്കും. ആ സ്ഥിതിയാണ്. ഇപ്പോൾ അടൂർ പ്രകാശും കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഷൗക്കത്തിനെതിരെ പറഞ്ഞിട്ടുള്ളതൊക്കെ പിൻവലിക്കാമെങ്കിൽ കയറി നിന്നോളാൻ സിറ്റ് ഔട്ടിലോട്ട്. ആ ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്വരാജ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അൻവറിനും വലിയൊരു വാശിയായി. കാരണം മണ്ഡലം പോയി കഴിഞ്ഞാൽ, അതായത് CPMലേക്ക് തന്നെ മണ്ഡലം പോയാൽ അത് അൻവറിനുണ്ടാക്കുന്ന ക്ഷീണം ചില്ലറയല്ല. ഇപ്പം തന്നെ അൻവറിന് ക്ഷീണം അനുഭവപ്പെട്ട് നിൽക്കുകയാണ്. UDFിലോട്ട് കയറാനും കഴിഞ്ഞിട്ടില്ല, അവിടുന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. തൃണമൂൽ എന്നൊക്കെ പറയും. തൃണമൂൽ അവർ പോലും അറിയുന്നില്ല ഇതിവിടെ തൃണമൂൽ കേരളത്തിലൊരു ഘടകമുണ്ടെന്നോ അത് PV അൻവറാണെന്നോ അവർക്ക് പോലും അറിയത്തില്ല. അവർ ഏറ്റവും വലിയ ഏകാധിപതിയായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ ബംഗാൾ മുഴുവൻ അടക്കി ഭരിക്കണം ഇനിയും കുറേ കാലം എന്ന് പറഞ്ഞ് നടക്കുന്ന പെണ്ണുമ്പിള്ളയാണ്. കഴിയുമെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുക എന്നുള്ളത് അവർ സ്വപ്നം കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി എന്ന് മാത്രം പറഞ്ഞ് നടക്കുകയല്ലേ. ഈ ഇവര് തൃണമൂലിൻ്റെ മമത സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ തൃണമൂലിൽ ചേർന്ന് പറഞ്ഞിട്ടും അൻവറിന് അതിൻ്റേതായ വേറെ ഗുണങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും അൻവർ ഇങ്ങനെ വെട്ടിൽ നിൽക്കുകയാണ്. നിലമ്പൂരിൽ ചിത്രം മാറി വരികയാണ്, ശക്തമായ മത്സരത്തിലേക്ക് പോവുകയാണ്. കാരണം ആര്യാടൻ ഷൗക്കത്തും സ്വരാജും കൂടി ആയി കഴിയുമ്പോൾ കളം നിറഞ്ഞു നിന്ന് ആടുകയാണ്.